ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് കുസൃതിയായ ഒരു മാൻകുട്ടിയുടെയും അമ്മയുടെയും കഥയാണ്. മാനമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു. വലിയ കുസൃതിക്കാരനായിരുന്നു അവൻ. ഒറ്റയ്ക്ക് കാടൊക്കെ ചുറ്റിക്കാണണമെന്നായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനായി അവൻ കാട്ടിലേക്ക് ഓടുമ്പോൾ മാനമ്മ അവനോട് പറയും, മോനെ, നീ കുഞ്ഞാണ്. വലുതായി കഴിയുമ്പോ കാട് മുഴുവൻ നിനക്ക് ഒറ്റയ്ക്ക് ചുറ്റിക്കാണാമല്ലോ. നമുക്ക് ചുറ്റും ശത്രുക്കൾ തക്കം പാർത്തിരിപ്പുണ്ട്. അത് കേട്ട് അവൻ നിരാശയോടെ കൂട്ടിലേക്ക് മടങ്ങും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാൻകുട്ടി പതിവിലും നേരത്തെ ഉറക്കമുണർന്നു. മാനമ്മയാകട്ടെ നല്ല ഉറക്കവും. അമ്മയുടെ കണ്ണ് വെട്ടിച്ച് കാട് മുഴുവൻ ചുറ്റിക്കാണാൻ ഇത് തന്നെ പറ്റിയ അവസരമെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവൻ ശബ്ദമുണ്ടാക്കാതെ ഇറങ്ങി നടന്നു. പൂക്കളുടെയും ശലഭങ്ങളുടെയും കാട്ടരുവികളുടെയും സൗന്ദര്യം ആസ്വദിച്ച് അവൻ സന്തോഷത്തോടെ നടന്നു. പെട്ടെന്ന് ഭയങ്കരമായ ഒരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. കടിച്ചു കീറാൻ മുന്നോട്ട് വന്ന സിംഹങ്ങളെ കണ്ടപ്പോൾ അവനൊരു ഉപായം തോന്നി. നിൽക്കൂ ശക്തന്മാരെ, ഇത്തിരി പോന്ന എന്നെ രണ്ടുപേരും കൂടി ഭക്ഷിച്ചാൽ ആരുടെ വയറും നിറയില്ല. നിങ്ങളിൽ കൂടുതൽ ശക്തിയുള്ളവൻ എന്നെ ഭക്ഷിക്കട്ടെ. ഇത് കേട്ട ഉടൻ സിംഹങ്ങൾ തല്ലു തുടങ്ങി. നിങ്ങൾ തമ്മിൽ തല്ലി നേരം കളയണ്ട. ആ കാണുന്ന മരത്തിൽ തൊട്ട് ആദ്യം തിരിച്ചു വരുന്ന ആൾക്ക് എന്നെ ഭക്ഷണമാക്കാം. ഇത് കേൾക്കേണ്ട താമസം മരത്തിൽ തൊടാനായി മണ്ടന്മാരായ സിംഹങ്ങൾ ഓടി. മാൻകുട്ടി പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവൻ ജീവനും കൊണ്ട് പാഞ്ഞു. ഓടി ഓടി അവൻ തന്റെ അമ്മയുടെ അരികിലെത്തി. തന്റെ തെറ്റു മനസ്സിലാക്കിയ അവൻ അമ്മയോട് മാപ്പ് പറഞ്ഞു. പിന്നീട് ഒരിക്കലും അവൻ അനുസരണക്കേട് കാണിച്ചിട്ടേയില്ല.